ഹലോ ഗൈസ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ കാർ കളക്ഷനാണ്. സോ അത് തന്നെ സിവിക്കെത്തി. സിവിക്ക് ഞാൻ ചുമ്മാ മേടിച്ചിട്ട് 15,000-ന് വേറെ ഒരു സെപ്പറേറ്റ് വാങ്ങിച്ചത്. ഇത് സെക്കൻഡ് ഹാൻഡ് സിവിക്ക. വേറെ ഒരു ബ്രോയിൻ്റെ മേടിച്ചത്. ഇത് വേറെ സിവിക്ക്. എടാ ഏത് വർഷത്തിനാണെന്ന് അറിയത്തില്ല. ആക്ച്വലി വേറെ സിവിക്ക. നമ്മൾ ക്ലീൻ സ്പെക്ക് അടിച്ച് വെച്ചേക്ക. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ പുതിയ വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടില്ലേ, M2, നിസാൻ സി, ഫോർച്യൂണർ, പിന്നെ ബോച്ചയുടെ F650, അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അത് ഈ വീഡിയോയിൽ കാണിക്കാനാണ് ഉണ്ടാക്കിയത്. സൂപ്ര ഫുള്ളി റിയലിസ്റ്റിക്കുണ്ട്. പിന്നെ പടക്കം പൊട്ടിച്ച് ബമ്പറും കരിഞ്ഞു പോയി. സൂപ്രയുടെ ലോഗോ ഒക്കെ ഉണ്ട് കേട്ടോ. സൂപ്ര ടർബോ എന്നങ്ങനെ പറഞ്ഞിട്ട് കാണിക്കാൻ എനിക്ക് മടിയാണ്. സിവിക്ക് ചുമ്മാ ഇട്ടകിട, ചുമ്മാ ഒരു രസമില്ല. മുകളിലത്തെ പെട്ടിയില്ല, ഒരു തേങ്ങയില്ല, ചുമ്മാ ഇട്ടാണ്. ഞാൻ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കുക. പിന്നെ കാഡിലാക്ക് എസ്കലേഡ്. ഇത് ഞാൻ ഇങ്ങനെ ഒന്നല്ല, ഇവിടെ പച്ച കാണുന്നില്ല, അതുപോലെ ഒന്ന് എസ്കലേഡ് 600 ESP. ഈ ലോഗോക്ക് ഞാനത് ലോഗോ ഇഷ്ടമായി പറഞ്ഞു. ബ്ലാക്കിലാണ്, ബ്ലാക്ക് പ്ലസ് ഈ റെഡ് ഹെഡ്ലൈറ്റ് അങ്ങനെ ഒന്ന്. ഞാൻ ഇപ്പോൾ ലോഗോ ഒക്കെ ഉണ്ടാക്കി. ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു നോർമലായിട്ട്, ബ്ലാക്ക് കളറിൽ, അല്ല ബ്ലാക്കിലല്ല, ഈ നീലയിൽ ഞാൻ ബ്ലാക്ക് ആക്കിയത്. ഇത് W16 ഇങ്ങനെ വന്നത്. ഇതിൽ ആൾട്ടയുടെ ലോഗോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിൽ ടൊയോട്ടയുടെ ലോഗോ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ചെയ്തത് ഇതൊക്കെ. ഇത് ഞാൻ ഫസ്റ്റ് ഹാൻഡ് മേടിച്ചതാണ്. ഫസ്റ്റ് ഹാൻഡ് 500 കോയിന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഞാൻ മേടിച്ച്. ലെക്സസിൻ്റെ ലോഗോ ഞാൻ ഉണ്ടാക്കിയത്. ഇവിടെ ബാക്കിലത് 300 അങ്ങനെയൊക്കെ. ഇത് ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഇങ്ങനെ ഇട്ടൊക്കെ ബാക്കിൽ ഞാൻ വീണ്ടും വീഡിയോ ഇതൊക്കെ ഫ്രണ്ട് ഞാൻ കാണാം. അതിലാകട്ടെ. അപ്പോൾ നെക്സ്റ്റ് M3. ഇത് മറ്റേ M ലോഗോ ഉണ്ടാക്കാൻ നോക്കിയതാ, നല്ലോണം ബാക്ക് ഫയർ ആയി, തീരെ കൊള്ളത്തില്ല. സോ 350Z ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച വണ്ടി. ഇത് ഞാൻ ചുമ്മാ മേടിച്ചിട്ടുണ്ട്. സീൻ്റെ ലോഗോ ഇട്ടു. നമ്മുടെ സ്റ്റോറപ്പ് ബൈ തന്ന, താങ്ക് യു സ്റ്റോറപ്പ് ബൈ ഫോർ. ഇതാണ് ഒരു പുതിയ നമ്മുടെ നിസാൻ 400Z ഓർ വെറും Z. ഞാൻ നിസാൻ്റെ ലോഗോ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ Z എന്നിട്ട് നിസാൻ ബാക്കിലും, പിന്നെ ഫുൾ ഓറഞ്ചാണ്. ആദ്യം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഇതുപോലെ മഞ്ഞ കളറിലെ. എന്നിട്ട് വേറെ ഒരുത്തം തന്നു, ഇതിനെ എക്സ്ചേഞ്ച് ചെയ്തു. ഇങ്ങനെയാ. പിന്നെ ഇത് നമ്മുടെ ടൊയോട്ട ചേസർ JZX 100 ചേസറിൻ്റെ ലോഗോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ടൊയോട്ടയുടെ ലോഗോ ഇല്ല, ചേസർ ടോറർ V എന്ന് ഇത് എടുത്തിട്ടുണ്ട്. ഇത് ക്രൗൺ, ടൊയോട്ട ക്രൗൺ, ക്രൗണിൻ്റെ ലോഗോ. ഇതിൽ ടൊയോട്ട ലോഗോ ഉണ്ട്. ഇതാണ് GTR R32. ബാക്കിൽ ഇച്ചിരി റിയലിസ്റ്റിക്കാണ്. ഇതുണ്ട. ഇത് ഞാൻ ചുമ്മാ നമ്മുടെ സോറബൈൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്, ഫ്രീ ആയിട്ട്. ഞാൻ ജസ്റ്റ് കിട്ടിയതേ ഉള്ളൂ, ഒന്നും ഒരു വർക്കും ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെയുണ്ടോ, ഫുള്ള് സ്റ്റോക്ക് കൊണ്ടിയാണ്, ഒരൊറ്റ വർക്കും ചെയ്തിട്ടില്ല, ചുമ്മാ മേടിച്ചിട്ട്. നമ്മുടെ ബുലിറോ 2019 ആയിരിക്കും. ഞാൻ ചുമ്മാ മേടിച്ചിട്ടല്ല, ഇത് ബുലിറോ ആക്കാൻ മേടിച്ചിട്ടാണ്. ഇവനാണ് ഇച്ചിരി ഇത് വരുന്നത്. ഇതിന് വീൽ റണ്ണൊന്നും പ്ലേറ്റ് ഇട്ടെന്ന് കാണിച്ചു തരാവേ. ഇതാണ് പണി.
ഡീമൻ ലോഗോ. ഇത് ഞാൻ ചുമ്മാ മേടിച്ചിട്ട് ഇത് 1 മില്യൺ കിട്ടിയതാ. W16 ഈ ടയറിൻ്റെ കളറൊക്കെ ഉണ്ടായിരുന്നു, അത് എടുത്ത് മാറ്റി. അല്ല ഇനിയുണ്ട് നോക്കണേ. ഇതണ്ടാ, ഇനിയുണ്ട്, ഇത് മാറ്റിയില്ല, പാകത്തിന് പോയില്ല. ഇത്ര നാളെ ഇത് കണ്ടിട്ട്. നെക്സ്റ്റ് നമ്മൾ X7 ചുമ്മാ അടിച്ചിട്ടില്ല. ഇതിന് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, എന്താ പറയുക, ഫാസ്ടാഗ്. അത് ഞാനിപ്പോൾ ഫോട്ടോ കാണിച്ചിട്ടാണ്, 1 മിനിറ്റ് എടുക്കട്ടെ. ഇതാണ് ഫാസ്ടാഗ്. എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഫാസ്ടാഗിൻ്റെ ഒറിജിനൽ ലോഗോ, ഈസി ടു ക്രൂസ്, നാഷണൽ പേയ്മെൻറ്റ് സെൻറ്റർ ഓഫ് ഇന്ത്യ, നാഷണൽ പേയ്മെൻറ്റ് സെൻറ്റർ ഓഫ് ഇന്ത്യ എന്ന് അങ്ങനെ. അപ്പോൾ അതായിരുന്നു ഉണ്ടാക്കിയത്. നമ്മുടെ X7 തന്നെയാണ്. X7ൻ്റെ റൂഫിൽ ഇവിടെ ഉണ്ടാക്കിയത് അങ്ങനെ. ഇതല്ലേ രസമാണ് കാണാൻ. ആയാലോ ഇല്ല, ഒരു തേങ്ങയില്ല. ഇത് ചുമ്മാ മേടിച്ചിട്ടല്ല, ഇത് പോലീസ് വണ്ടി ആക്കള. ഇത് 120 കോയിൻ വേണം. അത് നമ്മുടെ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ മേടിച്ചിട്ടൊക്കെ ചുമ്മാ. അതുപോലെ നമ്മുടെ ഫ്ലൈയിങ് സ്ക്വിരൽ മിസ്റ്റർ സർവബ്രോയിന് കൊടുക്കാനുള്ളായിരുന്നു. അപ്പോൾ അത് കൊടുക്കാനില്ല എന്നുവെച്ചാൽ ബ്രോ തന്നെ ഗോസ്റ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം ബ്രോയിനെ കണ്ടു, എന്നിട്ട് ബ്രോ പിന്നെയും പോയി, അങ്ങനെ ബ്രോ ഗോസ്റ്റ് ചെയ്യുക തന്നെ. അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് കൊടുക്കണമെന്നുണ്ട്, ബ്രോ ചോദിച്ച് ചെയ്തതായതേ. പക്ഷേ ബ്രോ എന്നെ ഗോസ്റ്റ് ചെയ്യാണ്. ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എപ്പോഴേലും സമയം കിട്ടുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ടൈമിങ് പറഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ ഇത് M4 ഇത് ഞാൻ ഇത് ലോഗോ ഇട്ടുണ്ട്. ഇത് ചുമ്മാ ഇച്ചിരി സ്റ്റെൽത്ത് ഹലോവീനുള്ളതാണ്. നെക്സ്റ്റ് നമ്മുടെ S ക്ലാസ് അല്ല മൈബാക്ക്. ഇതിനാണ് ബെസ്റ്റ് ലോഗോ ഇട്ടേക്കണേ ഞാൻ. ഇതുണ്ട്, ഒരു മിനിറ്റ്, ചെറിയൊരു വർക്ക് കൂടെ ഉണ്ട്, ചെറിയൊരു കുഞ്ഞു വർക്ക്. അതോട് പെട്ടെന്ന് കേട്ടോ. ഇത് ഫോർച്യൂണർ അങ്ങോട്ട് ചെയ്യാൻ നിൽക്കുന്നതായിരുന്നു. അപ്പോഴത്തേക്ക് വീഡിയോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഓർമ്മ വന്നു. അതുകൊണ്ടാണ്. ഇതല്ലല്ലോ, ഇതെടുത്തിട്ട് ഇങ്ങനെ നോക്കണം. ബെഞ്ചിൻ്റെ ലോഗോ കണ്ടിട്ട് എനിക്ക് എന്തോ വിലയാണ്. ഇത്ര നന്നായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യണം ബെഞ്ചിൻ്റെ ലോഗോ. ലക്ഷറി വണ്ടിയാണല്ലോ. സെറ്റ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പിന്നെ ഇതിൽ തന്നെ കയറി പോയല്ലോ. മസ്റ്റാങ്ക്, പോലീസിൻ്റെ ഇത് ബമ്പറൊക്കെ. ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നല്ലേ, ലൈറ്റ് കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റ് കാണിച്ചില്ലായിരുന്നു. ഇതാണ് ഇതുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഇത് മാറ്റി. ബാക്കിൽ ലൈറ്റ് ഇല്ല, ഇവിടെ ലൈറ്റ് ഉണ്ട് ഫ്രണ്ടിൽ. ബാക്കിലുണ്ടെന്നാണ് നോക്കാം. 1000 കോയിനായിരുന്നു സെക്യൂരിറ്റിയാ. ഈ സാധനം മാറ്റട്ടെ, ബാക്കിലത്തെ വിങ്ങല്ല കേട്ടോ. എന്താണ് ഇതുകൊണ്ട് ഇതാണ് ഇല്ലല്ലോ. 1000 കോയിന്. ഓ ഇപ്പം പിടി. നമ്മളതങ്ങനെ വെച്ച് നോക്കിയില്ലേ, എന്താ പറയുക, ഈ സാധനം പേരും മറന്നു വരുന്നു.
പോലീസ് ലൈറ്റ് ഇവിടെ സാധനം അത് വെച്ചുകൊണ്ടാണ് അവരങ്ങനെ കാണിച്ചത്. LC ഇത് ആദ്യം ഓഫ് റോഡിങ്ങിന് വാങ്ങിച്ചിട്ടാണ്, പിന്നെ ഫോർച്യൂണറായി പഴയ LC ആയി, പിന്നെ ബാക്കി വണ്ടിയൊക്കെ ആയി. അപ്പം അങ്ങനെ മാറ്റി. സോ ഇത് ഏതാ M6 ഇതും ഞാൻ ബേസിക്കലി ചുമ്മാ ഒരു ഷോ ഓഫിന് മേടിച്ചിട്ടാണ്. ചെറിയൊരു ലോഗോയും ചെറിയൊരു വർക്കും ചെയ്തിട്ടാണ്. ഇനി നമ്മുടെ കറേറ GT മോനെ ഇതൊക്കെ ലോഗോ ഒക്കെ മിറേജ് GT ആക്കണമെന്നുണ്ടായിരുന്നു. കറുപ്പും പച്ചുള്ള മിറേജ് GT. എനിക്കറിയാമോ മിറേജ് GT എന്താണെന്ന്. നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ നോക്കണേ. ഇത് ഞാൻ മറ്റേ ഇതിനു വേണ്ടി എടുത്താട്ടോ, ഈ ഫോർച്യൂണറൊക്കെ എത്താൻ വേണ്ടി. പക്ഷെ എത്തിയല്ലോ എല്ലാം ഉണ്ട്. ഞാൻ ഒരിക്കലും അവിടെ കയറുന്നില്ല. കോയിൻ എടുക്കാൻ മാത്രമേ ഞാൻ കയറുന്നുള്ളൂ. കോയിനും പിന്നെ ഡ്രസ്സ് നമ്മുടെ ലുട്ടാപ്പി ചുമ്മാ കണ്ണ് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫ്ലാഗ് ചുമന്ന ഹെഡ്ലൈറ്റ് പിന്നെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഡെത്ത് റീപ്പർ. സോ ഇത് നമ്മുടെ കൊമ്പൻ ബോംബെയിൽ ഡാർക്ക് റാപ്റ്റർ എന്നല്ലേ, അതിനെ തന്നെ ഞാൻ ഡെത്ത് റീപ്പർ എന്നാക്കി. ഇങ്ങനെയുണ്ട് എവിടെ ഇത് ഗോസ്റ്റ് ടൗൺ ആയിരുന്നു അറിയില്ല. ഇത് ക്യാമ്പർ വാന്. ഇത് ഞാൻ പറഞ്ഞതാട്ടോ, ഇത് നമ്മുടെ പുതിയ വീട് വാങ്ങിച്ചെന്നുള്ള വീഡിയോയിലുള്ള അങ്ങനെ. ശരിക്കും എൻ്റെ ഒരു വീടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ടൈമിൽ ഇതിന് വാങ്ങിച്ചു. ഇത് ബേസിക്കലി ഒരു വീട് തന്നെയാണ്. അവിടെ സിങ്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് സ്റ്റൗവ്, നമ്മുടെ ബെഡ് ഇതുണ്ട, അവിടെ ബെഡ്, സെറ്റി, സോഫ, കബോർഡല്ലേ, അതുകൊണ്ട് കബോർഡ് എല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ. അതുകൊണ്ട് ഇത് തന്നെ വീടാക്കി. പിന്നെ നെക്സ്റ്റ് ഇവിടെ M3 ടൂറിങ് ഒന്നും കേട്ടില്ല. ഏർപ്പെടട്ടെ. M2 ലീക്കായി. ഗെയിമിൻ്റെ ഒരു ചെറിയ ബഗ്. ടൂറിങ് എന്നാണോ അതോ എന്താ പറയുക, ആ ടൂറിങ് തന്നെ ഇടാം. ടൂറിങ് അതുകൊണ്ട് നോർത്ത് വെസ്റ്റർ ഇവിടെ കൊണ്ടിടുക. ബ്ലാക്ക് ഇനി അവിടെ ഇതിലെടുത്തിട്ട് ഇവിടെ ഒക്കെ വൈറ്റ് ആക്കണം. തിരിക്കുക. ഇതിവിടെ ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ വെക്കണം. ക്യാഷിനൊന്നും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ലോഡഡ് ആണ്. നോക്കി 48 മില്യൺ. നമ്മുടെ M2 പക്ഷേ M4 പോലീസ് ലൈറ്റ്. ഞാൻ സെക്കൻഡ് ഹാൻഡ് വെച്ചത് 5 മില്യന്. ഞാൻ ചെറുതായിരുന്നപ്പോൾ വെച്ചാൽ ഏജിലല്ല, കുറേ പൈസ ക്യാഷ് ഇല്ലാത്തപ്പോൾ. M4 BMW. വർക്ക് വരുന്നുണ്ട്. രാത്രി 1 മണിക്ക് ഫങ്ഷൻ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇതിൽ അത് ഒരു ബ്രോയിനെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്താണ്. ഇതിന് പിന്നെ വേറെ സെപ്പറേറ്റ് ഫീച്ചറുണ്ട്. ഇത് വാങ്ങിക്കണേ M2. ഇതും സാറബായി തന്നതാണ്. സാറബായി തന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. ഫുൾ ക്ലീൻ സ്പെക്കില്ല. എന്നുവെച്ചാൽ അവർ വണ്ടി വാങ്ങിക്കും, നമുക്കിട്ട് തരും ഫ്രീ ആയിട്ട്. അങ്ങനെ കിട്ടിയതാണിത്. ഇതെൻ്റെ ലക്ക് നോക്കി കിട്ടിയതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേറ്റ്
അത് കുറേ പ്രാവശ്യം M2 ലാഫിലൊക്കെ ഇട്ട് കൊടുത്തേ. എനിക്ക് ഒരെണ്ണം പോലും കിട്ടില്ല. ലാസ്റ്റിൽ ഒരു പ്രാവശ്യം M2 ഇട്ടു, അത് ഞാൻ ചാമ്പി. അത് കഴിഞ്ഞിട്ട് 350G 350G കിട്ടും, അത് ഞാൻ പെട്ടെന്ന് എടുത്തു. അതുകൊണ്ട് ഈ 2 വണ്ടി കിട്ടി. ഇത് ഞാൻ ചാനൽ വിട്ടു. പിന്നില്ലേ ഇത് കണ്ടോ, ഇങ്ങനെ വര, പിന്നെ കാർബൺ റൂഫ്, പിന്നെ ബമ്പർ നോക്കിങ്ങള് സെറ്റപ്പ് സാധനല്ലേ. ഈ ബമ്പറൊക്കെ വേറെ ഒരുത്തിന് അതിനെ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അവൻ ടയർ മാറ്റിയിട്ടോ, മറ്റവൻ്റെ ടയർ മാറ്റി. കഷ്ടം തന്നെ. അവിടെ വെള്ളയാക്കാം ടയറിന്. ഇത് ഇങ്ങനെ ഇടണം, ഇങ്ങനെ വരട്ടെ. എന്നിട്ട് ഇതും ബ്ലാക്ക് ഇതാണ് ഇപ്പം ഇങ്ങനെ വേണ്ട എനിക്ക്. ഞാൻ എൻ്റെ ടയർസ് ഇങ്ങനെ വെക്കണം, ക്ലീനായിട്ട് ഇരിക്കും. അത് വേറെ ഒരുത്തിന് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ആയി. ആദ്യം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഞാൻ ഫ്രീ, എൻ്റെ കയ്യിൽ 160 കോയിനും കാണുന്നുണ്ടായിരുന്നേ. അതിന് ഞാൻ ഈ സ്പോയിലർ വാങ്ങിച്ച്, ഇത് ബ്രോയിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ സ്പോയിലർ വാങ്ങിച്ച്, ഈ ബമ്പർ തന്നെ വാങ്ങിച്ച്. ഈ ബമ്പർ ബ്രോയിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ബമ്പർ എനിക്ക് ഇഷ്ടമായില്ല, കാരണം ഇഷ്ടമായി പക്ഷേ നോക്കണേ എമ്മിൻ്റെ ലോഗോ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതന്നെ വെച്ചു. ഇതിലൊരു ഇതുണ്ട്, ഇവിടെ നോക്കി നിങ്ങൾ, നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ ഒരു ചുമപ്പ് സ്ട്രാപ്പില്ലേ, എന്നിട്ട് വണ്ടി ഇങ്ങനെ സ്റ്റക്കായ അത് വലിച്ചുകൊണ്ട് പോണേ. നല്ല ഡീറ്റെയിൽ അല്ലേ, അതുകൊണ്ടാണ് അത് ഞാൻ വെച്ചത്. എനിക്ക് ശരിക്കും ഒറിജിനൽ ഈ ബമ്പർ തന്നെ വേണ്ടേ. ക്യാഷിൽ നമ്മൾ പേറ്റ് വിൻ അല്ലല്ലോ, അതുകൊണ്ട് ഇത് വെച്ചു. ഇതും ഓക്കെയാണ്, പക്ഷേ ഇത് ടൈറ്റേനിയം അതുകൊണ്ട് ബ്രോൺസ് എക്സോസ്റ്റ് അല്ലേ കൊണ്ട് വെച്ചത്. ഇതെന്തിനാ ഈ കളർ തന്നെ വെച്ചെന്നറിയാമോ? നമ്മുടെ 1 സ്റ്റോക്ക് F30യുടെ ഹോണേഴ്സിലാണ്. അത് B58 കിങ് എന്നാണ് അവരെ ബ്രോയിനെ എല്ലാവരും വിളിക്കുന്നത്. സോ അവരുടെ ഹോണേഴ്സിൽ അവർ ഈ M2യിൽ ആക്സിഡൻ്റ് ആയി. M240 ആയി, M2 അല്ല M240 ആയി, അതിൽ ആക്സിഡൻ്റ് ആയി. എന്നിട്ട് സാഡ്ലി അവർ മരിച്ചുപോയി. അങ്ങനെ നെക്സ്റ്റ് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രോ ഇത് കാരണം ഇത് വെച്ചു. ഹുഡ് ഞാൻ സ്റ്റോക്ക് തന്നെ വെച്ചേക്കണം, അത് ബോണറ്റ് ബ്രോയിൻ്റെ കയ്യിലും സ്റ്റോക്ക് തന്നെയായിരുന്നു. ഇതെനിക്കിഷ്ടമില്ല. റൂഫ് കാർബൺ ഫൈബറും അല്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇതിൽ ഫെൻഡർസ് ഒന്നും ഞാൻ വെക്കാൻ പോയില്ല കേട്ടോ. എന്നാലും ഞാൻ കാർബൺ ഫൈബർ ഫേക്ക് കാർബൺ സ്റ്റിക്കറാണ് ഇപ്പം കിട്ടിയതുകൊണ്ട് അങ്ങനെ വെച്ചു. എല്ലാവരും ഇങ്ങനത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പേറ്റ് വിൻ ആൾക്കാർ. അതുകൊണ്ട് ഞാനങ്ങനെ വെച്ചു. പിന്നെ M5 just flying squirrel things, just squirrel things. മറ്റേ F10 പോലെ F10 M5 flying squirrel ഒരു പോലെ. അപ്പോൾ ഇത് ബെഞ്ച് പേര് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പേര് അറിയാം എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇച്ചിരി മാഫിയിലൊക്കെ പോയ. പിന്നെ ഇതിൽ 2 നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്താ പറയുക, ഇതിൽ എന്താ മറ്റേ വിൽ റണ്ണ്, അതുകൊണ്ട് ഇതിൽ പ്ലേറ്റ് ഇല്ല. ഇതും ഡീമന്
ഇതിൽ വിൽ റൺ പ്ലേറ്റ് ഇല്ല. ഇത് അമേരിക്കൻ, ഇത് പോലീസിൻ്റെ വണ്ടിയാണ്. ഇതാണ് ഡിഫൻഡർ. ഇതും പിന്നെ നമ്മുടെ ഷോറബൈ തന്നെയാണ്. ടയറിൻ്റെ വൈ ബട്ടൺ. ടയർസ് പ്രത്യേക ഒരു രീതിയിലാക്കണ, അത് എൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇത് രണ്ടെണ്ണം ഇതല്ല, ഇവിടെ അതിൻ്റെ ഇവിടെ തന്നെ രണ്ടെണ്ണം കാണുന്നില്ല, അതാണ് ഫൈനൽ 2 വണ്ടികൾ. ഇതെൻ്റെ LC ഇൻ്റർകൂളർ ലഗോ ലാൻഡ് ക്രൂസർ പഴയതാണ്. വിൻ്റർ പോകണേ ട്രിപ്പിൾ ടാർപ്പ് വെച്ചിട്ടില്ല. 299. എടാ നമ്മുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലാത്തതില്ലേ. ഇങ്ങനെ എന്താ വെക്കണമെന്ന് അറിയാമോ? ഇതെല്ലാം വെക്കുക. എക്സോസ് പർപ്പിളൊന്നും വേണ്ട, അത് ചുമ്മാ ഇതെല്ലാം വെക്കുക. ഇതും വേണ്ട, ആണെങ്കിൽ ഇത് രണ്ടെണ്ണം വേണ്ട. ബ്രേക്കും ഗിയർ ബോക്സും വേണ്ട. പ്രിൻ്റർ ബോർഡ് എന്നിട്ട് 299 HP വരുവേ. അത് ചില ആൾക്കാർ ഗ്ലിച്ചാന്ന് വിചാരിക്കും. പിന്നെ നെക്സ്റ്റ് ഫോർച്യൂണർ, ലെജൻഡറി ഫോർച്യൂണറാണ്. ഇങ്ങനെ വെക്കുക. ഇവിടെ ഇങ്ങനെ വെക്കണം. ഇവിടെ വെച്ചിട്ട് ഇവിടെ വേണം. ഇവിടെയും ഇതെല്ലാം ഓക്കെ സെറ്റ്. ഇച്ചിരൂടെ സെറ്റപ്പ് ആക്കണമായിരുന്നേ ഇത്. ഇവിടെ ഇങ്ങനെ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്ന് ഇഗ്നോർ ചെയ്യണം. ഇവിടെ ചെറിയ കുഴപ്പമാണ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, അതൊന്ന് ഇഗ്നോർ ചെയ്യണം. ഓക്കെ, സോ ഇത് സെറ്റ്, ലോഗോ സെറ്റ്. ഇവിടെ ചുമ്മാ ഒരു ചെറിയ ക്രിയേറ്റിവിറ്റി. പിന്നെ ഇത് നമ്മുടെ ഇത് മാറ്റണോ, നമ്പർ പ്ലേറ്റ് മാറ്റണോ? വേണ്ട, ഇരിക്കട്ടെ. അല്ല 41 U011 BO. ഒരു ചെറിയൊരു വർക്കുണ്ട്. ഏതാ പ്ലേറ്റ്? ഇത് 8O55. ഇത് ബോസ് എന്നാണ്. ഇതിന് K എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. KL. K കഴിഞ്ഞ എല്ലാണ്. തീർന്നു. KL. ഓക്കെ, ഇവിടെ ഫിനിഷ് അവിടെ അല്ലേ. അതല്ലേ
അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല പണിയാവും. സോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണാം, അപ്പോഴത്തേക്ക് വീഡിയോ പോ. സോ ഗൈസ്, ഒരു പ്ലാൻ ഉണ്ട്, ഫുള്ള് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് ഫുള്ള് റീസ്റ്റാർട്ട് ചെയ്യാവേ. യെസ്, ഈ നമ്പർ എന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ നിങ്ങൾ ബോസ് കാണുന്നില്ല, ദൂരെ നോക്കുമ്പോൾ അത് ബോസാണ്. ബോസ് തോന്നുന്നില്ലേ, അതാണ് വേണ്ടേ. സോ ഇത് ഞാൻ ചെയ്തിട്ട് കാണാവേ, ഇത് നല്ല ടൈം എടുക്കും ചെയ്യാം. ഓക്കെ, ബൈ. ഫൈനലി ഗായ്സ്, എല്ലാം സെറ്റപ്പായി. KL57 a boss. KL57 ഈസ് എ ബോസ്. KL57 ഏത് സ്ഥലം? ഞാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വിച്ച് സ്റ്റേറ്റ് ഈസ് KL57? അതന്നെ, വിച്ച് ഡിസ്ട്രിക്റ്റ്? കൊടുവള്ളി. ഓ, ഞാൻ കൊടുവള്ളിയാണല്ലോ. ഓക്കേ, ഞാൻ കൊടുവള്ളിക്കാരനാണ്. ഇവിടെ ബുള്ളറ്റിൻ്റെ നമ്പർ ഇവിടെ ഇപ്പം ബുള്ളറ്റിനെ കാണി. സോ ഇതാണ് ഞങ്ങളുടെ ബുള്ളറ്റ്, KL57A8258. അത് ഞങ്ങളുടെ ഇന്നോവ ബാക്ക്ഗ്രൗണ്ടിൽ. ഓക്കേ, കൊടുവള്ളി ഈസ് എ ബോസ്. കേരളത്തിൽ കൊടുവള്ളി ഈസ് എ ബോസ്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ചുമ്മാ വണ്ടി ബോസ് ആയതുകൊണ്ട്. എങ്ങനെ വെച്ചാൽ മാഫിയക്കാരാണല്ലോ ഫോർച്യൂണർ, അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. ചെറിയ പ്രോബ്ലം ഉണ്ടോ? ഫുള്ള് ഇന്ത്യ 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 കവർ ചെയ്ത് ഫുള്ള്. ഇനി 4 ഫോണ്ടും കൂടെ അടിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഫോർച്യൂണറിന് സ്റ്റോപ്പ് ലൈറ്റ് എനിക്കൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് ഇങ്ങനെയാട്ടോ ഞാൻ വെച്ചേ. എല്ലാവിടെ ചെറിയൊരു അലൈൻമെൻ്റ് ഉണ്ട്. എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. വരെ എത്തിയല്ലോ ഓൾറെഡി. ഇത് പിന്നെ ബാക്കിലോട്ട് പോകണം. അല്ല, പൂജയും കഴിഞ്ഞിട്ട് ബോസിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലിലോട്ട് വന്ന് 5. ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിനാണ്. റാൻഡമായിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ഇതായിട്ടോ, നല്ല സ്പേസും ഉണ്ട്. ഓക്കെ, ഫുള്ള് സെറ്റപ്പാണല്ലോ. ചൂട് ഇവിടെ. കാണാൻ എന്തെല്ലാം രസമല്ലേ. KL57A ബോസ് സെറ്റ്. ഇനി നമ്മുടെ ബോച്ചയുടെ വണ്ടി. അയ്യോ, ഈ വലുതാക്കട്ടെ. ഉള്ളു വലുതാക്കട്ടെ. പോയിക്ക് വണ്ടി. നമ്മുടെ ക്യാരക്ടറുടെ ട്രിപ്പിൾ സൈസ് ആയിരിക്കും ഇത്. ഫുള്ള് പൊക്കാൻ പാടില്ല. ഫുള്ള് പൊക്കിയാൽ പിന്നെ വണ്ടിയിൽ എങ്ങനെ കയറുന്നേ.
ഇതും W16 ആയിരുന്നു വന്നത്. നമ്മുടെ ഫോർച്യൂണറും അത് W16 വന്നത്. ആ ഇത് കിട്ടാൻ വേണ്ടി ഞാൻ ഏത് വണ്ടി കൊടുത്തതെന്ന് കാണിച്ചു തരാം. പ്രീമിയം യൂറോപ്പ് ഓഫ് റോഡ്. ഓഫ് റോഡല്ല, റോഡ് പറ്റിയേ ഇനി കിട്ടും കേട്ടോ. ലാൻഡ് റോവറിലുള്ള ഐറ്റാണ്. എവിടെ അത്? പ്രീമിയം സെഗ്മെന്റിൽ കാണും. ഇപ്പോൾ ഇനി കാണാമായിരിക്കും. പ്രീമിയം സെഗ്മെന്റിൽ കുറേ വണ്ടികളുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. എനിക്ക് എന്തോരം പറ്റും. ഇത് മൊത്തം ഉണ്ടല്ലോടെ. ഇത് എൻ്റെ ഉണ്ടായിരുന്ന ഇതുകൊണ്ടായിരുന്ന ഞാൻ RS7 വേണ്ടി എക്സ്ചേഞ്ച് ചെയ്ത. ഇവിടം തൊട്ട് എല്ലാ വണ്ടിയും എൻ്റെ കയ്യിലുണ്ടല്ലോ. കഥം കുത ഓൾ. ഈ വണ്ടി മാത്രം പ്രീമിയം സെഗ്മെന്റിലല്ലാത്ത, പക്ഷെ നല്ല കോയിനുണ്ടല്ലോ. 3000 കണ്ടല്ലേ കോയിന്, അറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഒന്നും വർത്തിട്ടാ. ഇവരെയാണ് കൊടുത്തത്. 3000 അല്ല, ഒരു ഫെറാരി F40. അപ്പോൾ 5000 കോയിൻ ഗോവിന്ദ. എന്നാലും വർത്തിട്ട് സ്വാഹ. ഇത് 2 മില്യൻ്റെ വണ്ടിയാ. ഇത് കാണിക്കാൻ പറഞ്ഞു കേട്ടോ. ഇത് വയ്ക്കണേ ലോഗോ. കോമഡി ആക്കിയതാണ് ഞാൻ ബാക്കിലത്. തന്നെ ഇതിനിങ്ങനെ നല്ല കേട്ടോ കറക്റ്റായിട്ട് വന്നത്. സ്നോ പ്ലോ, ബൂം കോൺക്രീറ്റ് വണ്ടി, ബൂം ഡീക്രോം. ഞാൻ ഡീക്രോം തന്നെ നോക്കുക. ഈ സാമാനം ബോച്ചാണ് വണ്ടി. ഇതിൽ ക്രോമാണ്. അങ്ങനെയൊക്കെ കുറേ വർക്കൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഗെയിമിൽ ഏറ്റവും ഓടിക്കിട്ട് ഇതിന് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു ചുമറ്റ ശംസം ഉണ്ടല്ലോ. ഇവിടെ ഒരു ചുമട്ട് ഇത് ഇപ്പൊ ബെറ്റർ. ഇങ്ങനെ ബ്ലാക്ക്. ഇതൊരു നമ്മുടെ F150 റാപ്പർട്ടർ തന്നെയാണ്. പക്ഷെ ജിമ്മിൽ പോയിട്ട് മസിലടിച്ച് നിർത്താൻ പറ്റുന്നില്ല. അവൻ്റെ മസിൽ പിടിച്ച് ഇമ്മാതിരിയായതാ. ഇവനായിരുന്നു കേട്ടോ ആദ്യം ഇങ്ങനെയായിരുന്നു. എലിക്കില്ല, ഇങ്ങനെയായിരുന്നു ബാക്കിലത്തെ. ഇതിങ്ങനെയായിരുന്നു ഇവനെ പോലെ. മസിൽ പിടിച്ച് മൊത്തത്തെ ലുക്ക് മാറി. എന്താണ് അല്ലേ? എന്നാ ഇത് നമ്മുടെ ഗ്ലാഡിയേറ്റർ. ഇവനെ കൊണ്ടാണ് ഒരു കാൽ ഭാഗങ്ങളിൽ തീർന്നത്. ഇവനെ കൊണ്ടാണ് ഒരു കാൽ ഭാഗങ്ങളിൽ തീർന്നത് ഇവൻ്റെ ഗ്ലാഡിയേറ്റർ. ഇത് GT3 RS. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇത് ഇമാതിരി ഇതുള്ളതെന്ന്.
കാരണം ഞാനും കരുതി പെട്ടെന്ന് സ്പീഡ് റൺ ആയിരുന്നു കേട്ടോ ഇത് സത്യം പറഞ്ഞ. കാരണം അങ്ങനെ നമ്മുടെ ബുലേറോ പോലീസ് MVD ഒന്നും എനിക്ക് പറ്റത്തില്ല. പോലീസ് വന്നിട്ട് നമ്മുടെ ലാഫറാറി ഇത് പകാണി. അത് നമ്മുടെ സോർബായി വന്നു. ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ തന്നപ്പോൾ, ചക്രം വേറെ ആയിരുന്നു കേട്ടോ. പ്രീമിയം ഇറ്റാലി യൂറോപ്പ് ചക്ര. ഇങ്ങനെയാണ് സോർബായി തന്നെ ചെയ്തത്. ഇങ്ങനെ റഷ്യ പകാണി Thank you. England. Casper Sky. Pirelli Mahle. AWS. OE. That's one driver. ഇത് ടയർ കുത്തി അറിയില്ല. ഇത് F1 ഡ്രൈവറാണ്. അവിടെ ചട്ടം മൊബൈൽ F1 ഡ്രൈവറാണ്. ഇത് പോലീസ് Ray-Ban, Dispatcher, SKF, Pirelli, MTK, Brembo, V-Power, 16 AWS, SF. റെക്കോർഡ് ടൈമിലിരിക്കുന്നത് യൂട്യൂബിൽ വന്നിട്ട് തന്നെ ഓക്കെ. സോ വീഡിയോ ആയിട്ട് ബൈ. ഇന്ന് നല്ല അപ്ഡേറ്റ് ഇറങ്ങിയിട്ട് 4 ദിവസമായുള്ളൂ കണ്ടോ. ഇറങ്ങിയപ്പോൾ 32 കാണിച്ചത്. ഇപ്പോൾ 28 എന്നല്ലേ, 29, 30, 31, 32 4 ദിവസമായിട്ടുള്ളൂ ഗൈസ്. ഓരോ ദിവസത്തിൽ ഓരോ പുതിയ വണ്ടി എന്ന് വെച്ചാൽ ഇന്നലെ ഒന്നും കിട്ടിയില്ല. ഇന്നലെ ഞാൻ ചുമ്മാ ചില്ലടിക്കണായിരുന്നു. ഇന്നലെ ചില്ലടിക്കുന്ന ദിവസമായിരുന്നു. സോ ആദ്യം അപ്ഡേറ്റ് ഇറങ്ങിയ ദിവസം തന്നെ ഗീവ് അവേയിൽ കിട്ടിയ ആദ്യത്തെ കാറാണ് 11. ഇവനെ കിട്ടി ഗീവ് അവേയിൽ. എന്നിട്ട് നെക്സ്റ്റ് ഇച്ചിരി കൂടെ കഴിഞ്ഞപ്പോൾ ഇത് തിങ്കളാഴ്ച മിനിങ്ങാന്ന്, ഇത് ബുധനാഴ്ച, ഇത് തിങ്കളാഴ്ച കിട്ടി. പിന്നെ നെക്സ്റ്റ് തിങ്കളാഴ്ച തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തു. അവിടെ ഫോർച്യൂണർ കിട്ടി. പിന്നെ ഇന്ന് ബുധനാഴ്ച ഇവനെ കിട്ടി. F650. ഇതിൽ സൂപ്പർ ഡ്യൂട്ടി അടിക്കാൻ പറ്റും. സൂപ്പർ ഡ്യൂട്ടി അടിക്കേണ്ടി ശരിക്കും. പക്ഷെ പറ്റത്തില്ല, കുഴപ്പമില്ല. നമ്മക്കെന്തോ കുഴപ്പമില്ല, നമ്മക്ക് വണ്ടി കിട്ടിയാൽ മതി. ഇത് HP കിട്ടുമല്ലോ. പിന്നെ ഏതായിരുന്നു? ഇതിന് ഇവൻ പിന്നെ പ്രത്യേകിച്ചുള്ളതാണ്. 299 HP നമുക്ക് നല്ല ക്യാഷിന് കൊടുക്കാൻ ഗ്ലിച്ച് കാറാന്ന് പറഞ്ഞിട്ട് ഗ്ലിച്ച് നമ്മളിപ്പോൾ ചെയ്യാൻ പോണേ ഡിഫൻഡർ ലോഗോ. കഴിഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ. ഇത് കാണിച്ചാൽ എങ്ങനെ ചെയ്യേണ്ടത്. സർക്കിൾ എടുക്കുക ഈ കളറിൽ, എന്നിട്ട് വൈറ്റ്, ഇത് ഈ സർക്കിള്, എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഇവിടെ എടുത്തിട്ട്
LAND ലാൻഡ് നോർത്ത് വെസ്റ്ററിലെ ഇവിടെ ലാൻഡ് റോവർ ഇതിനാണ് ഇച്ചിരി ചെറുതായിട്ട് കേട്ടോ. നമുക്ക് ഫുഡിൽ വെക്കാം, ബോണത്തിൽ വെച്ചിട്ടൊക്കെ ചെയ്യാം. ഈ സാധനത്തിനെടുക്കണേ, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇത് ചിലവർക്ക് ക്യാഷ് അത്ര ഉണ്ടാവില്ല കേട്ടോ. എന്ന് വെച്ചാൽ സ്റ്റാർട്ടേഴ്സിന് ഒരു ചെറിയ 1 മില്യൻ്റെ മറ്റേ റേഞ്ച് റോവർ SP വാങ്ങിക്കും. അവർ ഇവിടെ പോയിട്ട് ഇതെടുക്കുക. പിന്നെ അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെ എടുക്കും. മൂന്നെണ്ണം എടുക്കണേ. എന്നിട്ട് ഇത് 2 എണ്ണത്തിനെടുത്തിട്ട് പുറത്തോട്ടിട്ട് പോവാം. ഇവിടെ എന്നിട്ട് ഇതിനൊക്കെ എടുത്തോ. പക്ഷെ അടിയിലത്തെ എടുക്കല്ലേ, ഞാൻ പറഞ്ഞുതരാം എന്തിനാന്ന്. അപ്പോൾ ഇത് എടുത്തില്ലേ, ഇവനെടുക്കുക. എക്സ്ട്രാ നമ്മൾ വെച്ചതിന് അത് ആവശ്യം വരും കേട്ടോ. അത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇവിടെ വെക്കുക. ഇത്രേ ഉള്ളൂ. ആദ്യമുണ്ട് ഇവിടെ ഉണ്ടാക്കിയത് നമ്മൾ എന്നിട്ട് ഇതിൻ്റെ അകത്ത് വെക്കും. ഫ്രണ്ടിൽ ഇങ്ങനെ ഇവിടെ എന്നിട്ട് ഇവിടുത്തെ എടുത്തിട്ട് ഇങ്ങനെ കോപ്പി ചെയ്യണേ. ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഗെയിം ഇതുവരെ ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് അപ്ഡേറ്റ് ചെയ്യുക. നല്ല അപ്ഡേറ്റ് ആണ്. നമുക്ക് ഇങ്ങനെ ഇവിടെ ഇതിങ്ങനെ ബിൽഡ്സൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഇത് ഇവിടെ പിന്നെ ഇപ്പുറത്തെ സൈഡിലുണ്ട്. അത് അപ്പുറത്തെ സൈഡിൽ വെക്കുമ്പോൾ തന്നെ ഇവിടെ ആവും. സോ ഇതാണ് ഡിഫൻഡർ 120. 3 ടൈപ്പ് ഓഫ് ഡിഫൻഡർ ഉണ്ട്. ഡിഫൻഡർ 90 ഇതിന് താറ് പോലെയാണ്. ഡിഫൻഡർ 110 അത് ഇതിൻ്റെ ഇച്ചിരി ചെറുതാണ്. ഇതിപ്പോൾ 7 സീറ്റർ പോലത്തെ അല്ലേ. 110 എന്ന് വെച്ചാൽ ഇത് 120. ഇത് 7 സീറ്ററാണ്. പക്ഷേ ഈ ഗെയിമിൽ 7 സീറ്റർ അല്ല തന്നേക്കണേ. പക്ഷെ ഇത് 7 സീറ്ററാണ്. പക്ഷെ അങ്ങനെ തന്നിട്ടില്ല. സോ അപ്പം അങ്ങനെ എന്നിട്ട് ഡിഫൻഡറിൽ 110-ൽ ഈ എക്സ്ട്രാ സീറ്റ് ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ ആയിരിക്കും വെച്ചേക്കണം. ബേസിക്കലി ഇത് തന്നെ 110. പിന്നെ 120 ഇവിടെ ബാക്കിൽ സീറ്റ്സ് ഉണ്ടാവും. ഒരു റോ അല്ല, നമ്മുടെ ബുലേറിനെ പോലത്തെ ഇപ്പുറത്ത് പറഞ്ഞാൽ ഇപ്പുറത്ത് ഇവിടെ ഇവിടെ ഒരെണ്ണം കാണിച്ചിരാവേ. ഇവിടെ പറഞ്ഞേ. പിന്നെ ഇപ്പുറത്ത് പറഞ്ഞു അതുപോലെ ഇപ്പുറത്ത് ഒരെണ്ണം. സോ ഇത്രേ ഉള്ളൂ. അതാണ് ഡിഫൻഡർ 110 അല്ല 120. ഇത് ഡിഫൻഡർ 110 ആണ്. ഇനി ഇതിന് ഞാൻ കോയിൻ കിട്ടുമ്പോൾ ഞാൻ ഇതിന് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോണില്ല. ഇതൊന്ന് വെക്കും ഞാൻ. ഇതെല്ലാം വെക്കും, പക്ഷെ ഇത് വെക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ ഇരിക്കട്ടെ.
ഇത് വെക്കും. ഇതല്ല ഇത് വെക്ക്. ഇതെന്തായാലും വെക്കും ഞാൻ. ഇപ്പം ഞാൻ അത് തൊടുന്നില്ല. തൊട്ട അങ്ങനെ അറിയാണ്ട് വെച്ചു പോവുക. ഇതൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. ആ വണ്ടി ബ്ലാക്ക് ആക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ചക്രവും ബ്ലാക്ക് ആക്കട്ടെ. സോ അറിയാണ്ട് ബ്ലാക്ക് ആക്കി പോയതാണ്, പക്ഷെ കണ്ടപ്പോൾ നല്ല ലുക്ക്. സോ ഇത്രയുള്ള വീഡിയോക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഗൈസ്, ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.